ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എറ്റ് സ്പോട്ട് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? പ്രൊണൗൺസിനെ കുറിച്ചാണ്. അതിന് മുന്നായി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിലേ ഒന്ന് പോയി കാണാൻ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നോൺസിനെ കുറിച്ചായിരുന്നു. എന്താണ് നോൺസ് എന്നറിയോ? എന്നറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഈ വേർഡിൽ കാണുന്ന ഏതൊരു ഒബ്ജക്റ്റിനെ കൊടുത്തിരിക്കുന്ന നെയിമാണ് എന്ത്? നോൺസ് എന്നുള്ളത്. അതിൽ രണ്ട് തരം നോണുണ്ട്, കോമൺ നോൺ ആൻഡ് പ്രോപ്പർ നോൺസ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് വിശദമായൊരു ക്ലാസ് തന്നെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി കാണുക. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു. വീണ്ടും നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം പ്രൊണൗൺസ് ആണ്. എന്താണ് പ്രൊണൗൺ? നാമത്തിന് പകരമായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, ആ വേർഡാണ് പ്രൊണൗൺ എന്നറിയപ്പെടുന്നത്. എക്സാമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വേൾഡിലുള്ള എല്ലാ വുമൺസിനെയും, ഇപ്പോൾ ഞാനൊരു വുമൺ ആണല്ലേ, അതെല്ലാവരും നമ്മൾ വുമൺ എന്ന് റെപ്രസെൻ്റ് ചെയ്യണം. അവർക്ക് കൊടുത്തിരിക്കുന്ന പേരുകൾ നമ്മളെന്താണ്? ഇപ്പം എൻ്റെ പേര് ആയിഷ, ആ ഒരു പേരെന്താ ഒരു പ്രോപ്പർ നോൺ ആണ് അല്ലേ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമണും പ്രോപ്പറുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ എപ്പോഴും ഞാൻ എൻ്റെ പേര് പറയുമ്പോൾ എൻ്റെ പേര് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അതാണ് ഞാൻ, എന്നെ എന്നൊക്കെ വേർഡ് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊണൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ ഞാൻ, എന്നെ എന്നൊക്കെ പറയാം. അതായത് ഇപ്പോൾ ഞാനൊരു ടീച്ചറാണ്, ഐ ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ യൂസ് ചെയ്ത വേർഡ് ഏതാണ്? ഐ ആം അല്ലേ. ഐ എന്ന വേർഡ് യൂസ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷിൽ ഏതൊരു വേർഡും ഞാൻ ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാനൊരു പോസ്റ്റ്മാനാണ്, ഞാനൊരു സ്റ്റുഡൻ്റാണ് എന്നൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. ഐ ആം ടീച്ചർ, ഐ ആം പോസ്റ്റ്മാൻ, ഐ ആം എ സ്റ്റുഡൻറ്റ് അല്ലേ, ആ വേർഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ പ്രൊണൗണിനെ നമ്മൾ ഐ ആയിട്ട്, അതായത് ഞാൻ എന്ന വാക്ക് അവിടെ ഉച്ചരിക്കണമെങ്കിൽ പ്രൊണൗൺ എന്ന് പറയാൻ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഐ എന്ന വേർഡാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നാമത്തിന് പകരമായിട്ട് എപ്പോഴും ഞാൻ എൻ്റെ പേര് തന്നെ റെപ്രസെൻ്റ് ചെയ്ത് പറയാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ആ പേരിന് പകരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും എന്തോ ഐ എന്ന വേർഡ്. ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം ആയിഷ, ഐ ആം ബെസ്റ്റ് ടീച്ചർ. ഞാൻ എന്നെ തന്നെ പറയണം, ഞാനൊരു നല്ല ടീച്ചറാണ്, ഐ ആം എ ബെസ്റ്റ് ടീച്ചർ. ഓക്കെ, എനിക്കത് വേണം, ഐ വാണ്ട് ടു ദിസ്, ഐ വാണ്ട് ടു ദാറ്റ്, എനിക്കത് വേണം എന്നൊക്കെ നമ്മൾ എന്താ പറയുക? ഐ എന്ന വേർഡ് യൂസ് ചെയ്തിട്ട് പറയും. അപ്പോൾ പ്രൊണൗണിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഐ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. യു. യു എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയാണ്, യു ആർ വെരി ഇൻ്റലിജൻറ്റ്, യു ആർ വെരി ബ്യൂട്ടിഫുൾ, നിങ്ങൾ വളരെ സുന്ദരിയാണ്, നിങ്ങൾ വളരെ ബുദ്ധിമതിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊണൗണാണ് എന്ത്? യു എന്ന് പറയുന്നത്. ഒരിക്കൽ ഞാൻ നിങ്ങളുടെ പേര് വിളിച്ചൊന്ന് വെക്കാം. ഇപ്പം നിങ്ങളുടെ പേര് ഗീത എന്നാണെങ്കിൽ ഗീത കം ഹിയർ എന്ന് പറഞ്ഞു. എൻ്റെ ഗീതയോട് ഞാൻ സംസാരിക്കുമ്പോൾ ഗീത ഗീത എന്ന് പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? ആ ഗീതയ്ക്ക് പകരം നമ്മൾ എന്ത് പറയും? യു എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ ആയി യു ആയി. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ദേ എന്ന വേർഡാണെന്ന് വെക്കാം. അവർ, അതായത് ഒരു കൂട്ടം ആൾക്കാരെ കണ്ട് അവർ ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അവരെല്ലാവരെയും നമുക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദേ എന്ന വേർഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ വി എന്ന് പറയുമ്പോൾ നമ്മളെ ചേർത്ത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ കുറേ പേര്, 2-3 പേരുണ്ടെങ്കിൽ എപ്പോഴും പേരെടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വി എന്ന വേർഡ് യൂസ് ചെയ്യുന്നു. നമുക്കതൊരു കോഡായിട്ട് ഉപയോഗിച്ചാലോ? അയ്യോ ദേവി. അയ്യോ ദേവി എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഇംഗ്ലീഷ് ഒരു കോഡായിട്ട്, പ്രൊണൗൺസിൻ്റെ ഒരു കോഡായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് സിംഗുലർ പ്രൊണൗൺസും ഉണ്ട്, പ്ലൂറൽ പ്രൊണൗൺസും ഉണ്ട്. നമ്മളിവിടെ സബ്ജക്റ്റീവ് കേസാണ് എടുത്തിരിക്കുന്നത്. ഐ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവാണ്, യു എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവാണ്, ദേ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവാണ്. അപ്പോൾ ഈ സബ്ജക്റ്റീവ് കേസിൽ
ഏതൊക്കെയാണ് പ്യൂറലായിട്ട് വരുന്നതും ഏതൊക്കെയാണ് സിംഗുലർ വരുന്നതും നമുക്ക് നോക്കാം. ഐ എന്ന് പറയുന്നത് ഒരു സിംഗുലർ പ്രൊണൗൺസ് ആണ്. സബ്ജക്റ്റീവ് കേസിലാണ് ഞാൻ അത് പറയുന്നത് കേട്ടോ. ഐ എന്ന് പറയുന്നത് ഒരു സിംഗുലർ പ്രൊണൗൺസ് ആണ്. കാരണം ഞാൻ എപ്പോഴും ഞാൻ എന്ന് പറയുമ്പോൾ, ഞാൻ എന്ന് പ്രൊണൗൺ ചെയ്യുമ്പോൾ ഞാൻ ഒരാൾ മാത്രമാണ്, അതുകൊണ്ടാണ് അതൊരു സിംഗുലർ പ്രൊണൗണായി മാറുന്നത്. സെക്കൻഡ് വൺ യു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ നിർത്തിയിട്ടും, അതായത് ഒരാളെ നമ്മളിപ്പോൾ കൂടെയുള്ള ഒരാളെ മാത്രമായിട്ട് നമ്മൾ നീ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നീ എന്ന് നമ്മൾ പറയാറുണ്ട്. ബഹുമാനാർത്ഥം നമ്മൾ നിങ്ങൾ എന്ന വാക്ക് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷിലെ ഓൺലി എന്താണ്, യു എന്ന വേർഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ യു എന്ന് പറയുന്ന സമയത്ത് അതെന്തായി മാറും? ഒരാളെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ അതെന്തായി മാറും? നിങ്ങൾ എന്നുള്ളത് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ എല്ലാവരും യു എന്നാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് യു എന്ന വേർഡ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സിംഗുലറായിട്ടും എന്ത് വരും? യു എന്ന വേർഡ് വരും. ഇനി അടുത്തത് അവൻ അവൾ എന്നൊക്കെ നമ്മൾ പറയണമെന്നെങ്കിൽ പറയും. അതും അവൻ അവൾ എന്ന് പറയുമ്പോൾ ഒരാളെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ സിംഗുലർ പ്രൊണൗൺസിൽ വരുന്ന മറ്റൊരു 2 വേർഡ്സുകളാണ് ഹി ഷീ എന്നുള്ളത്. ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഐ, സെക്കൻഡ് വൺ യു, പിന്നെ ഹി, ഷീ, ഇറ്റ്. അപ്പോൾ 5 വേർഡ്സാണ് സിംഗുലർ പ്രൊണൗൺസിൽ വരുന്നത്. ഐ, യു, ഹി, ഷീ, ഇറ്റ്. ഇനി നമുക്ക് എന്ത് നോക്കാം? പ്യൂറൽ പ്രൊണൗൺസിനെ കുറിച്ച് നോക്കാം. ഏതൊക്കെയാണ് പ്യൂറൽ പ്രൊണൗൺസും? ഇനി അതായത് നമ്മളിപ്പോൾ പഠിച്ച ഐക്ക് പകരമായിട്ട് പ്യൂറലായിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? വി. അതായത് വി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പേര് കൂടുതലുണ്ട് അല്ലേ, 2-3 പേര് അധികമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വി എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. വി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, വി എന്ന് പറഞ്ഞാൽ നമ്മൾ. ഓക്കെ. ഐൻ്റെ പ്യൂറലായിട്ട് വരുന്ന സബ്ജക്റ്റ് ഏതാണ്? വി എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ യു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, യു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എല്ലാ അർത്ഥത്തിലും അത് സിംഗുലറായിട്ടും പ്യൂറലായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ യു എന്നുള്ളത് സിംഗുലറായിട്ടും പ്യൂറലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് പറയാം? യു ഇവിടെ പ്യൂറൽ കേസിന് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ യു ഒരു പ്യൂറൽ പ്രൊണൗൺസ് ആണെന്നും നമുക്ക് പറയാം. പ്യൂറൽ പ്രൊണൗൺസ് സബ്ജക്റ്റീവ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഹി ഷീ ഇറ്റ് ആണ് നമ്മൾ സിംഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പ്യൂറൽ എന്ന് പറയുന്നത് ഹി ഷീ ഇറ്റിൻ്റെ പ്യൂറൽ മെയിനായിട്ട് വരുന്നത് ഏതാണ്? ദേ എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഏതാണ്? ദേ എന്ന വേർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച പ്യൂറൽ സബ്ജക്റ്റീവ് ഏതൊക്കെയാണ്? ഐന് പകരമായിട്ട് ഐ എന്ന സിംഗുലറിന് പകരമായിട്ട് വരുന്ന പ്യൂറൽ വി എന്ന പ്യൂറലാണ് നമ്മൾ ഫസ്റ്റ് വൺ പഠിച്ചത്. സെക്കൻഡ് വൺ യു. അതായത് യു എന്നുള്ളത് ഇംഗ്ലീഷിൽ എല്ലായ്പ്പോഴും നമ്മൾ യു തന്നെയാണ് യൂസ് ചെയ്യുക, പ്യൂറലായിട്ടും സിംഗുലറായിട്ടും. ഓക്കെ. നെക്സ്റ്റ് വൺ തേർഡ് വൺ നമ്മൾ യൂസ് ചെയ്യുന്നത് പഠിച്ചത് ഏതാണ്? ദേ എന്ന വേർഡാണ്. അതായത് ഹി ഷീ ഇറ്റ് എന്ന സിംഗുലർ സിംഗുലർ പ്രൊണൗൺസിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സബ്ജക്റ്റീവ് പ്രൊണൗൺസ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പ്രൊണൗൺ ആണ് എന്ത്? ദേ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നൗൺസ് കുറച്ച് പഠിച്ചു, ഈ ക്ലാസ്സിൽ പ്രൊണൗൺസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഈ 2 ക്ലാസ്സുകളും കൂട്ടുകാർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.